ഇൻഡോർ ദുരന്തത്തിൽ മധ്യപ്രദേശ് സർക്കാരിനെതിരെ രൂക്ഷവിമർശനമുയർത്തി കോൺഗ്രസ് എം.പി. രാഹുൽ ഗാന്ധി. ദുർഗന്ധമുള്ള വെള്ളം വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രദേശവാസികൾ നൽകിയ മുന്നറിയിപ്പുകൾ സർക്കാർ അവഗണിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇൻഡോറിൽ വിതരണം ചെയ്തത് വെള്ളമല്ല, വിഷമാണ്. ഭരണകൂടം കുംഭകർണനെപ്പോലെ ഗാഢനിദ്രയിലായിരുന്നു, രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. അധികാരികളുടെ ഗുരുതരമായ അനാസ്ഥയാണ് ദുരന്തത്തിന് കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നാട്ടുകാർ ആവർത്തിച്ചു പരാതിപ്പെട്ടിട്ടും ഗുരുതരമായ അനാസ്ഥയാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. കുടിവെള്ള പൈപ്പുകളിലേക്ക് മലിനജലം എങ്ങനെ പ്രവേശിച്ചുവെന്നും വിതരണം സമയബന്ധിതമായി എന്തുകൊണ്ട് നിർത്തിയില്ലെന്നും രാഹുൽ ഗാന്ധി ചോദ്യമുയർത്തി. ഇവ വെറും ചോദ്യങ്ങളല്ല, ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്നതാണ്. ശുദ്ധമായ വെള്ളം ഒരു ആനുകൂല്യമല്ല, ജീവിക്കാനുള്ള അവകാശമാണ്, രാഹുൽ പറഞ്ഞു. ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയതിന് ബി.ജെ.പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇൻഡോറിലെ മരണങ്ങളെ മധ്യപ്രദേശിലെ ഭരണപരമായ തകർച്ചയുമായും അദ്ദേഹം ബന്ധപ്പെടുത്തി. ചുമരസിറപ്പ് മരണങ്ങൾ, സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ തുടങ്ങിയ മുൻകാല സംഭവങ്ങൾ രാഹുൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. പാവപ്പെട്ടവർ മരിക്കുമ്പോൾ മോദിജി പതിവുപോലെ നിശ്ശബ്ദനാകുന്നു എന്നും രാഹുൽ വിമർശിച്ചു. ദുരിതമനുഭവിച്ച താമസക്കാർക്ക് നീതി ലഭ്യമാക്കാൻ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇൻഡോറിൽ മലിനജലം കുടിച്ച് വയറിളക്കം പടർന്ന് 5 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 10ഓളം പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പരക്കെ ഉയരുന്നത്. ശിവസേന എം.പി. പ്രിയങ്ക ചതുർവേദിയും അധികാരികളുടെ പ്രതികരണത്തെയും ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം നഷ്ടപരിഹാരം നൽകി ഒതുക്കുന്ന പതിവ് രീതിയെയും രൂക്ഷമായി വിമർശിച്ചു. ഉത്തരവാദിത്വമില്ലായ്മ മൂലമുള്ള മരണങ്ങളെ വിധിയെന്ന് കണക്കാക്കും വിധം തകർന്ന വ്യവസ്ഥിതി. ക്ഷമിക്കണം, നഷ്ടപരിഹാരം വാങ്ങി മുന്നോട്ടു പോകുക എന്നു കേട്ട് മടുത്ത ഒരു രാജ്യം, പ്രിയങ്ക ചതുർവേദി പറഞ്ഞു. ഇത് ഭരണകൂടത്തിന്റെ ആഴത്തിലുള്ള പിഴവിന്റെ സൂചനയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. 10 പേരുകളിതാ. ഭാഗീരഥപുരയിൽ മലിനജലം മൂലമുണ്ടായ വയറിളക്കം കാരണം 10 പേർ മരിച്ചുവെന്ന് ഇൻഡോർ മേയർ പുഷ്യമിത്ര ഭാർഗവ സ്ഥിരീകരിച്ചു. എന്നാൽ പ്രദേശവാസികൾ 6 മാസം പ്രായമുള്ള കുട്ടിയുൾപ്പെടെ 14 മരണങ്ങൾ സംഭവിച്ചതായി ആരോപിക്കുന്നു. ആരോഗ്യവകുപ്പ് ഈ കണക്കുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 4 പേരാണ് വയറിളക്കം ബാധിച്ച് മരിച്ചത്. എങ്കിലും എനിക്ക് 10 മരണങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്, ഭാർഗവ പറഞ്ഞു. പൊതുജന രോഷമുയർന്നതോടെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ച് വെള്ളിയാഴ്ച ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു. മലിനീകരണ ബാധിത പ്രദേശങ്ങളിൽ ജലടാങ്കറുകൾ എത്തുന്നുണ്ടോ എന്ന് കോടതി അധികാരികളോട് ആരാഞ്ഞു. ഇതേ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊരു ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ഹ്രസ്വമായ വിചാരണയ്ക്ക് ശേഷം കേസ് മാറ്റിവെച്ചെങ്കിലും ഉടൻ തന്നെ വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് ഉമാഭാരതിയും ഭരണകൂടത്തെ ശക്തമായി വിമർശിച്ച് രംഗത്തുവന്നു. ഈ മരണങ്ങൾ സംസ്ഥാനത്തിന് അപമാനമാണെന്ന് അവർ വിശേഷിപ്പിച്ചു. 2025 അവസാനത്തിൽ മലിനജലം മൂലമുണ്ടായ മരണങ്ങൾ നമ്മുടെ സർക്കാരിനും മുഴുവൻ വ്യവസ്ഥിതിക്കും അപമാനകരമാണ്, അവർ കുറിച്ചു. ശുചിത്വത്തിന് നിരവധി ദേശീയ അവാർഡുകൾ നേടിയ ഇൻഡോറിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി എങ്ങനെയുണ്ടായി എന്നവർ ചോദ്യം ചെയ്തു. ഭാഗീരഥപുരയിൽ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നത് മതിയാവില്ലെന്ന് ഉമാഭാരതി പറഞ്ഞു. ജീവന്റെ വില 2 ലക്ഷം രൂപയല്ല, താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉത്തരവാദികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നവർ ആവശ്യപ്പെട്ടു. ഇൻഡോറിലെ ജലദുരന്തം മുഖ്യമന്ത്രി മോഹൻ യാദവിനുള്ള ഒരു പരീക്ഷണമാണെന്നും ഈ പരാജയങ്ങൾക്ക് യഥാർത്ഥ ദുഃഖമോ കഠിനമായ ശിക്ഷയോ സർക്കാർ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു.